ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എത്ര നാളായി ഞാൻ ഈ ഹലോ ഗൈസ് പറഞ്ഞിട്ട്. കുറെ നാളായെന്ന് എനിക്ക് അറിയാം. വ്ളോഗും അതുപോലെ പോസ്റ്റ് ഒക്കെ എന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഉറക്കത്തുനിന്ന് എണീറ്റ് ഡ്രസ്സ് മാറി വന്നതേ ഉള്ളൂ. അതാണ് സത്യം. എനിക്ക് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉറക്കമൊന്നും ശരിയാവുന്നില്ല, എന്റെ റുട്ടീൻ എല്ലാം തലകീഴായിട്ട് മാറി എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും വരാത്ത. ഞാൻ എന്തായാലും പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉറക്കമൊക്കെ മാറ്റി അറ്റ്ലീസ്റ്റ് ഡേ ടൈമിൽ തന്നെ എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ടുള്ള മാറ്റമാണ്. മാറ്റിയെടുക്കാൻ കുറച്ച് പാടുപെടും. ആ പാടുപെടലാണ് ഞാൻ ഉള്ളത്. പറയാം, ഇപ്പൊ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദിവസങ്ങളായല്ലോ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇന്നൊരു കഫേ പോവാന്ന് വിചാരിച്ചു. ഒരു ഫാൻസി കഫേ ആണ്. ഒരുപാട് നാളായിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കഫേയാണ്. അപ്പോ ഇന്ന് എനിക്ക് സമയം കിട്ടി, അതിന് പറ്റൊരാളെയും കിട്ടി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എപ്പൊ അവിടെ എത്തുമെന്ന് അറിയത്തില്ല. നേരത്തെ ക്ലോസ് ചെയ്യും, ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനുള്ളിൽ എത്തുമെന്നൊന്നും അറിഞ്ഞൂടാ. എത്താൻ വേണ്ടി ശ്രമിക്കും. എത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലോഗ് അതായിരിക്കും. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടട്ടെ. സമയം എന്തായി? 4:30 ഓക്കെ. ഞാൻ 4:30 മണിയാണെങ്കിൽ ഞാൻ എണീറ്റപ്പോ 3 മണിയായി. ഓക്കെ, ഏകദേശം ഒരു 3 മണിക്കാണ് ഞാൻ എണീറ്റത്. അത്രയൊക്കെ സമയം ഞാൻ കിടന്നുറങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ഉറങ്ങിയത് തന്നെ രാവിലെയാണ്. അതാണ് എൻ്റെ ശീലം ഇപ്പോഴത്തെ. രാവിലെ കിടന്നുറങ്ങുന്നു, വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നു, വീണ്ടും തിന്നുന്നു, കുടിക്കുന്നു, കിടന്നുറങ്ങിയത് തന്നെയാണ്. വേറെ പണിയൊന്നും ഇല്ല. അപ്പൊ കുറച്ച് പണിയൊക്കെ ആക്കണ്ടേ. നമ്മളെ യൂട്യൂബൊക്കെ കുറച്ച് നാളായിട്ട് ഉറങ്ങി കിടക്കാം. അതൊക്കെ നമുക്കൊന്ന് ഉണർത്തണം. തരാം, ഒന്ന് സെറ്റായിട്ട് വരാം. ഒരു കോഫി പ്ലീസ്. അങ്ങനെ ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇത് 2-3 മാസമായി കേട്ടോ ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ വരണം വരണം വിചാരിക്കുന്നേ. എനിക്കറിയാം ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇത് 7 മണി വരെ ഉള്ളൂ. എന്റെ ഉറക്കം എണീക്കുന്ന തന്നെ ഏകദേശം 5:30-6 മണിക്കൊക്കെ എണീറ്റോണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന്. പക്ഷെ പറ്റി ഗൈസ്, പറ്റി. ഞാൻ ഇവിടെ നിന്ന് എത്തി. ഇത് ജുമൈറയിലുള്ള ഹിൽട്ടന്റെ ഉള്ളിലുള്ള ഒരു കഫേ ആണ് കേട്ടോ. സോഷ്യൽ ബി അവരുടെ ലോഞ്ചിൽ തന്നെ ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇട്ട് കൊതിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ഈ റിങ് തന്നെ വാങ്ങിച്ചത്. ഇത് കണ്ടോ, ബി. ഞാൻ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. പ്ലാൻ മൂഞ്ചി. ആക്ച്വലി 5:17 ഓർഡർ കൊടുക്കുമ്പോൾ. ഇവിടെ 7 മണി വരെ ഉള്ളൂ. 7 മണി വരെയാണ്. അതായത് മോർണിംഗ് 8 o'clock ടു റൈറ്റ് 8 o'clock ടു ഈവനിങ് 7 o'clock വരെയാണ് കഫേ ഉള്ളത്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 5:17 ഓർഡർ അപ്പം തന്നെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു സോറി, അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 5 മണി വരെ അതുള്ളൂ. അതുമില്ല, 1 മണിക്കൂർ എടുക്കും അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് പ്രീ ഓർഡർ ചെയ്യണം. നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ തരത്തൊന്നുമില്ല, മുൻകൂട്ടി ഓർഡർ ചെയ്യണം. ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അറേഞ്ച് ആക്കി തരാൻ പറ്റുമോ. നമ്മൾ വേറെ കൺട്രിയിൽ നിന്നാണ് വന്നതെന്നൊക്കെയുള്ള ഇങ്ങനെ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ കള്ളം വലിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയായോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ. അറിഞ്ഞൂടാ, നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ലയ്യ. നമ്മൾ എന്ത് പ്ലാൻ വെക്കും. ഞാൻ ഇന്ന് ഉറക്കം എണീറ്റ് തന്നെ ഈ ഒരു ഭരണിക്കൂട് സ്വപ്നം കണ്ടിട്ടാണ്. നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്നും 6:30 മണിക്കൊക്കെ എണീക്കത്തുള്ളൂ. ഞാൻ റുട്ടീന് മാറ്റത്തില്ല. നമ്മളൊരു കാര്യത്തിൽ ഇങ്ങനെ എണീറ്റ് നമ്മളൊരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് വന്നിട്ട് അത് നടക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹോപ്പ് അവിടെ നഷ്ടപ്പെടും അല്ലേ. അപ്പം എനിക്കിത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോപ്പ് അവിടെ നഷ്ടപ്പെടും. പക്ഷേ ഞാൻ ഹോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പുതിയ പ്ലാന് കണ്ടെത്തി നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. സ്പൽബർഗ് പോവില്ലേ നമ്മൾ അടുത്ത പ്ലാൻ നോക്കി. തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ തളർത്താൻ പലരും ശ്രമിക്കും. പ്രപഞ്ചം തന്നെ നമ്മളെ കൂടെ നിൽക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ചേട്ടാ എന്തിനായിട്ട് ആവുന്ന വിധം കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയും ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടി. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മാറിയിരിക്കും. കാരണം ഇവിടെ ലൈറ്റിങ് അത്ര പോരാ. നല്ല കളർഫുള്ളിൽ വേണം ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. ഞാൻ നോക്കിക്കേ, ഇതുണ്ടോ എൻ്റെ റിങ്ങൊക്കെ കണ്ടോ. ഞാൻ എന്തെങ്കിലും ഇവിടെ വരണമെന്നും പറഞ്ഞ് മുന്നേക്കുട്ടി ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വെച്ചതാണ് ഈ ഒരു റിങ്. കുറെ ഇതുപോലത്തെ റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നും ഒക്കേഷൻ അനുസരിച്ചിട്ട് ഇടത്തുള്ളൂ. റിങ് മാത്രമല്ല, കുറെ മാലകളൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ കാണിച്ചിരുന്നായിരിക്കും. We have salmon and cake also. We display over there. We have coffee tea, same. The bagel cake and the chocolate cake also. I'm so sorry, I understand you far away from here. That's alright.
not good. We checked also with the kitchen with the pastry because usually our afternoon tea, if you're making reservation in advance, the chef they can prepare it because there is some selected pastries, Yes, savories, yes, we know that. Yeah. recipes as well. And according to the reservations, the day in advance they will prepare it. But at the moment, they were like you didn't make a reservation. Yes, So we don't know that it's it's not available at the moment. If you would like some. ഒന്നും കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോകാണ്ട് മനസ്സ് വന്നിട്ടില്ല. കാരണം ഇത് അറ്റം വരെ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം ടൈം എടുത്തു. ബട്ട് എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നുള്ളൊരു ഒറ്റ നിർബന്ധം കാരണം മാത്രം ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തു. ഓക്കെ, അടിപൊളി കേട്ടോ. സോ ഗുഡ്. ഓവർ മധുരമല്ല, ഓവർ പുളിയല്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റ് പറഞ്ഞിട്ടറിയില്ല. ബട്ട് കൊള്ളാം. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. സ്ട്രോബെറി ഉണ്ട്, രാസ്ബെറി ഉണ്ട്, ഇത് ബ്ലൂബെറി അല്ലേ, പിന്നെ ഒരു പൂവൊക്കെ ഉണ്ട്. പൂവല്ല, രാസ്ബെറി ഒക്കെ കഴിച്ചിട്ട് എത്ര കാലെന്നറിയാം. ഭയങ്കര പുളിയായിട്ട് കാണുന്ന നമുക്കല്ല, കാണാൻ നമുക്ക് ഭയങ്കര തോന്നും. അയ്യോ, ക്യാമറമാന് കഴിക്കാൻ കൊടുത്തില്ല. ക്യാമറമാൻ ഇച്ചിരി കഴിക്കാൻ വേണ്ടി കൊടുത്തത്. എങ്ങ് നോക്കിക്കേ, ഇതെന്തോന്നത്, ചാർമിനാറോ? ബാക്കി എവിടെ? ചരിച്ചു നിർത്തിയിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഞാൻ എടുത്ത വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും യഷ്ണ എവിടെ പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നാളെ എന്തായാലും കഴിച്ചിരിക്കും, ഉറപ്പ്. ചത്തില്ലെങ്കിൽ കഴിച്ചിരിക്കും, നോക്കിക്കാം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ, നാളെ ഞാൻ ചത്തില്ലെങ്കിലും ഇന്ന് കഴിക്കുന്ന സാധനം നാളെ കഴിച്ചിരിക്കും. കാരണം നാളത്തേക്ക് ഇവിടെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു. നാളെ ഞാൻ എത്തിയിരിക്കും. എത്ര മണിക്കാണെന്നറിയാം? 3 മണിക്ക്. പിന്നെ ഞാൻ ഉറക്കം എണീറ്റത് ഒരു 3:15 ഞാൻ ഉറക്കം എണീറ്റ. നാളെ 3 മണിക്ക് ഇവിടെ ഞാൻ വിൽക്കുന്നത്. എപ്പൊ എണീക്കുമ്പോഴത്തേനും എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇത്ര പെട്ടെന്ന് എനിക്ക് നല്ല കുട്ടിയാവണ്ട. ഞാൻ വന്നിരിക്കും, അത് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും. നോക്കിക്കാം, എന്നോടാ കളി. കണ്ടവരാളൊന്ന് കളിയാക്കുക. ഞാൻ വരും, ഈ വന്നില്ലെങ്കിൽ ഞാൻ വരും ഇവിടെ. എന്റെ സങ്കടം അതല്ല. നാളെ എണീക്കുന്നൊക്കെ പോട്ടെ, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വരും? ഇന്നത്തെ ഇത് തന്നെ ഞാൻ പൊടി തട്ടി എടുത്തതാ. കാരണം എനിക്ക് ഡ്രസ്സൊന്നും കയറുന്നില്ല, തടിച്ചു. ഞാൻ അസമയത്താണ് എന്റെ തീറ്റയും കൂടി ഉറക്കമൊക്കെ. അപ്പൊ ഞാൻ വെയിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചപ്പോ എനിക്ക് മേഖലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല ഡ്രസ്സ്. ഞാൻ എങ്ങനെയല്ലോ ആണ് ഈ ഡ്രസ്സ് ഒപ്പിച്ചത്. നാളെ ഞാൻ എന്റെ മെയിൻ പണി എണീറ്റിട്ട് നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുക ആദ്യപ്പോഴേ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു തടസ്സം എന്തായാലും ഉണ്ടാവത്തില്ല. നാളെ ഇങ്ങോട്ട് വരാനുള്ള ഈ ഡ്രസ്സിന്റെ തടസ്സം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വലിയത് ആലോചിച്ചു, എന്റെ തല പൊണ്ണാവും എപ്പോഴും. എന്തിടും നമുക്ക് എല്ലാവർക്കുള്ള പ്രശ്നമാണ്. പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടും എന്നോടാ. ഞാനിപ്പോൾ അധികം ഒന്നും ചുറ്റി കാണിക്കുന്നില്ല. നാളെ ഫുള്ള് വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. വൈൻഡപ്പ് ചെയ്യണം. ഇത്രയും ഒരു ചെറിയൊരു വ്ലോഗ് എനിക്ക് തോന്നുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. എന്നാലും വന്നാൽ നടന്നില്ലെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് നാളെ നടക്കുമെന്നുള്ളത്. അപ്പോൾ ശരി, ഗൈസ്, ടാറ്റാ ബൈ ബൈ, മനസ്സിലാവും. അപ്പോൾ ഓടുന്നു.